വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 നൈറ്റി ബിറ്റാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടി ചേർത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് 2 നൈറ്റിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 നൈറ്റിയും കൂടി ഒരുമിച്ചിട്ടിട്ട് നമുക്ക് മെഷർമെൻറ്റ്സ് എല്ലാം കൂടി കൊടുക്കാം. അപ്പോൾ ഇവിടെ XXL സൈസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന മെഷർമെൻറ്റ്സ് എല്ലാം തന്നെ ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണേ. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെന്നുള്ളവർക്ക് വേണ്ടി നമ്മൾ യൂട്യൂബിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ പർപ്പിൾ സ്റ്റിച്ച് ആൻഡ് ക്രാഫ്റ്റ് പ്ലീറ്റഡ് നൈറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാവേ. അപ്പോൾ നമ്മളിവിടെ 2 നൈറ്റി ബിറ്റാണല്ലോ ഒരുമിച്ചിട്ട് ചെയ്യുന്നത്. യോക്കിൻ്റെ പോർഷനാണ് മിക്സ് ആൻഡ് മാച്ചായി കൊടുക്കുന്നത്. സ്ലീവും ബോഡി പോർഷനും സെയിം ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മെഷർമെൻറ്റ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെയാണ് കേട്ടോ സ്ലീവ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവിന് വേണ്ടിയാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തത്. അപ്പോൾ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം സ്ലീവിൻ്റെ ഷേപ്പ് വരച്ച് സ്ലീവും കൂടി ചെയ്തെടുക്കാം. നമുക്ക് താഴത്തെ വിഡ്ത്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിത് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം. കണ്ടോ, ഇനി നമുക്ക് താഴത്തേക്കുള്ള പോർഷനാണ്. നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇതാണ് നമുക്ക് പ്ലീറ്റിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് യോക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. യോക്കിൻ്റെ പോർഷനും സ്ലീവും നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതിൽ നിന്നും. അപ്പോൾ ഞാനിവിടെ യോക്കിൻ്റെ ഭാഗത്ത് ലൈനിങ് വെച്ചിട്ടാണ് നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ലൈനിങ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നമുക്കത് ഈ ഒരു ഇടയ്ക്ക് ഇപ്പോൾ ഒരു സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ക്രോസ് പീസായിട്ട് എടുക്കാൻ പറ്റും. മുകളിൽ വരുന്ന ഭാഗം ക്ലോസ് ആയിട്ടാണ് വരുന്നത്. അത് ഓപ്പൺ ആക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതിൻ്റെ ലൈനിങ്ങും കൂടി കട്ട് ചെയ്യണം കേട്ടോ. യോക്കിൻ്റെ സെയിം മെഷർമെൻറ്റിൽ ലൈനിങ് കട്ട് ചെയ്യണം. ലൈനിങ്ങിൽ നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം കൊടുക്കാം. നെക്കിൻ്റെ അകലം ഇവിടെ എടുക്കുന്നത് 2.25 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ചും ബാക്ക് നെക്ക് 4 ഇഞ്ച് ഇറക്കമാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഓപ്പൺ ഇല്ലാതെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നെക്ക് കയറാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടണം. അതുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം മെഷർമെൻറ്റ്സ് കൊടുക്കാൻ വേണ്ടിയേ. ഫ്രണ്ട് നെക്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു പടി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഇനി നമുക്ക് പ്ലീറ്റാണ് കൊടുക്കേണ്ടത്. 2 പോർഷനിൽ പ്ലീറ്റ് കൊടുക്കുന്നത് സെൻറ്ററിൽ നിന്നും 2.5 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. 2.5 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സും കൂടി എടുത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ലീവാണ് കേട്ടോ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ആം ഹോള് നമുക്കിത് ഈ കാണുന്ന രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. 2 സൈഡിലും പ്ലീറ്റ്സ് എടുത്തിട്ട് സ്ലീവും കൂടി ജോയിൻ ചെയ്യാം. പിന്നെ നമുക്ക് സൈഡ് ക്ലോസ് ചെയ്ത് താഴെ ഭാഗം കൂടി മടക്കി അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ. ഫ്രണ്ട് പോർഷനിൽ 2 ബട്ടണും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അടുത്ത നൈറ്റി അടുത്ത വീഡിയോയിലാണേ.